അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളെ മുന്നിൽ ചർച്ചാക്കുക ഉദ്ദേശിക്കുന്ന വിഷയ ഞങ്ങളെല്ലാവരും ജാവ് ഉറങ്ങറ വജഅൽനൽ ലൈല ലിബാസ. അല്ലാഹു തആല ചൊല്ലതും അങ്ങനെ ജാവ് ഉറങ്ങണം. ജാവ് ഉറങ്ങാനിട്ട് ജാവ് ഫുള്ള് ഇങ്ങനെ മൊബൈൽ എത്തിയിട്ട് സുബൈ പോലും ഫുള്ള് ഉറങ്ങി തീർക്കുന്നത് ഞങ്ങൾക്ക് ആരോഗ്യകരമായിട്ടും നല്ലല്ല. പിന്നെ ഞങ്ങൾക്ക് അത് ദീനും സപ്പോർട്ടാക്കിക്കൊണ്ടില്ലാത്ത വിഷയം. അപ്പം ജാവ് ഞങ്ങൾ ഉറങ്ങണം. അപ്പം ഞങ്ങളെ ഉറങ്ങറങ്ങമേ ആയങ്ക ചില അദബുകൾ ഞങ്ങൾ പാലിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഉറങ്ങണോ ചെന്ന് പഠിപ്പാട്ടി തന്നത് അത് ഞങ്ങൾ പാലന ആക്കി ഉറങ്ങേണ്ടായിട്ട് ഞങ്ങളെ ഉറക്ക് കാലിയൊരു ഉറക്കല്ല, അതൊരു വലിയൊരു ഇബാദത്തും കൂടിയായിട്ടിക്കട് ഞങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുകയും പഠിച്ചതനുസരിച്ച് അമലാക്കിയിട്ട് ജീവിക്കുകയും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചമ്മ ആൾമാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ദുആ കൊണ്ട് വസിയത്താക്കിക്കൊണ്ടിരിക്കാറ്. അല്ലാഹു തആല എല്ലാ ആൾമാരുടെ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചമ്മ ഖൈർ ബറക്കത്ത് നിഅമത്ത് അല്ലാഹു യാറാക്കി കൊടുക്കുമാറാകട്ടെ. ആഫാത്ത് ബലാ മുസീബത്തിനെ തൊട്ട് അർഹമുർ റഹീമീനായ റബ്ബ് ഞങ്ങളെല്ലാവരെയും കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ചെന്നിട്ട് ദുആർന്നിട്ട് ഞാൻ വിഷയത്തെ കടന്നു വേണ്ട. പിരിസത്തെ മോമിനിങ്ങളെ, ഞാൻ ഈ ഒരു വിഷയ ചമ്മ നീട്ടി ബളിച്ചിട്ട് ഈ വീഡിയോ ലെങ്ത് യാറാക്കുന്നൊക്കെ ഉദ്ദേശമില്ല. വേഗ ഷോർട്ടാക്കിയിട്ട് ചൊന്ന് തീർക്കുകയായിട്ടിക്കർ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജാവ് ഉറങ്ങുമ്പോൾ എന്തെല്ലാം ആക്കണോ എന്തെല്ലാം ഓതണോ ചെന്നിട്ട് പൂർത്തി ഈ വീഡിയോയിൽ ഞാൻ ചൊല്ല ഉദ്ദേശിക്കില്ല. അങ്ങനെ ചൊല്ലെങ്കിൽ യാറെ ഓതുകൊണ്ടു ചില കാര്യങ്ങളെല്ലാം യാറെ ആക്കുകൊണ്ടു അതെന്ത് ഞാനിപ്പോൾ ചൊല്ലില്ല. സിമ്പിളായിട്ട് ഒരു അടിമ അള്ളാഹുരെ പേടിക്കുന്ന ഒരു തക്കുവല്ല ഒരു അടിമ ആക്കണായ സിമ്പിൾ ഒരു വിഷയമായിട്ടിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം അതുകൊണ്ട് എല്ലാം ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ആക്കാവില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഞങ്ങൾ ആക്കുകയോ ട്രൈ ആക്കണം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിസത്തെ മോമിനിങ്ങളെ, ഞങ്ങൾ ഉറങ്ങും ഉദ്ദേശിക്കേണ്ടായിട്ട് നിങ്ങൾ ഉറങ്ങും റെഡി ആകുമ്പോൾ ഒന്ന് ഞങ്ങൾ ഉദു എടുക്കണം. ഉദു ഉണ്ടുള്ളത് വലിയ ഒരു കാര്യമായിട്ട് നങ്ങനിരിക്കേണ്ട ഒരു നീയത്തും വെച്ചിട്ട് ഒരു ശരീരത്തെ ഒരു 5 അവയവങ്ങൾ ഇങ്ങനെ കലകുന്നതും തടകുന്നതും മാത്രം ഒരു ഉദു ഉണ്ടല്ല, വലിയ സവാബുൽ അണിക്കത്ത ഒരു കാര്യം കൂടിയായിട്ട് ജാവു ഉറങ്ങുമ്പോൾ ഉദു എടുക്കുന്ന ആദത്തുള്ള ഒരാൾ ഈമാനോടെ മരിക്കും. അത് കാരണാവൂ ചെന്നിട്ട് ഇമാം ഇങ്ങനെ നമുക്ക് പഠിപ്പാട്ടി തണ്ടാറ്. അതുകൊണ്ട് പിരിസത്തെ മോമിനിയങ്ങളെ ഒന്ന് കിടക്കുമ്പോൾ ഉദു എടുക്കണം. ഉദു എടുക്കുമ്പോൾ ചില ആൾമാർക്ക് ഡൗട്ടുണ്ടോ, ചില മാപ്പിളമാർക്ക് ഞാനിപ്പോൾ 5000 മുട്ട പോയിട്ട് കിടക്കറ് എന്തായാലും ഉദു പോണ്ടു. അന്യ സ്ത്രീ പുരുഷന്മാർ മാപ്പിള പെഞ്ഞായിട്ട് ഒറ്റയെങ്കും ഉദു പോണ്ടല്ലേ. അങ്ങനെ ഉദു എടുക്കണുണ്ടോ ഉസ്താദെ? ഉദു എടുക്കണു പോണ്ടത് രണ്ടാമത്തെ കാര്യം. ഉദു എടുത്തെങ്കിൽ ഉദു എടുത്തത് കൂലി ഞങ്ങളെ ബലത്ത ഭാഗത്തുള്ള മലക്ക് ഒരു നല്ല കാര്യമാക്കിയെങ്കിൽ ഞങ്ങൾ ഉദു എടുത്തെങ്കിൽ ഉദു എടുത്താൻ ചെന്നിട്ട് ഒരു കൂലി തണ്ട്. ഉദു പോണ്ടത് അത് പിന്നത്തെ വിഷയമായിട്ടിരിക്കണം. അപ്പം ഞങ്ങൾ ഉദു എടുക്കണം. പിന്നെ എന്താക്കണം, പോയിട്ട് ഇങ്ങനെ ബെഡ് പോയിട്ട് ബോൾഡല്ല കിടക്കരുതൊക്കെ മുന്നലും ഞങ്ങളെ ബെഡ്ഷീറ്റ് ഒന്ന് കൊടിയണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ചെന്നതായിട്ടിരിക്കുന്നത് സുന്നത്തായ ഒരു കാര്യം കൂടിയായിട്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ പിന്നെ ബെഡ്ഷീറ്റിൽ ഞങ്ങൾ സുബൈക്ക് പിരിച്ചത് അസർക്ക് പിരിച്ചത് നുപ്പാട്ട് പിരിച്ചത് ചെന്ന് കാര്യമില്ല. ചെറിയ എറുമ്പ് കഴിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂസി അല്ലെങ്കിൽ ഒരു മുള്ളു ചിലപ്പോൾ തേളെ വന്നിട്ട് ഞങ്ങൾ ബെഡ്ഷീറ്റിൽ കിടന്നിട്ടിരിക്കും. അപ്പോൾ അതിന് മേലെ ഞങ്ങൾ പോയിട്ട് കിടന്നെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടി ആഫത്തായിട്ടിരിക്കരുത്. അതുകൊണ്ടായിട്ടിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ, നിങ്ങൾ ബെഡ്ഷീറ്റ് ഒന്ന് കൊടയണോ. ബെഡ്ഷീറ്റ് കൊടഞ്ഞിട്ടല്ലായ പിന്നെ ഉറങ്ങോ വേനായിട്ട് ഞങ്ങൾ ഏത് ജാഗിൽ ഉറങ്ങോ നിരിച്ചാൽ ആ ജാഗിൽ ദെക്കണം. ദച്ചിട്ട് ഞങ്ങൾ എന്തിനാക്കണോ, ഫസ്റ്റ് ഫാത്തിഹ ഓതണം. ഫാത്തിഹ എല്ലാവർക്കും പരിചയമുള്ള എനിക്കത്തെ ഒരു സൂറത്തായിട്ടിക്കട്. ഫാത്തിഹ ഓതിയ പിന്നെ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസിയുടെ മഹത്വ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെന്ന് തന്നേരം. ഇത് ഞാൻ ഇപ്പം റിപ്പീറ്റാക്കുക ഉദ്ദേശിക്കില്ല. അപ്പം ഏതായാലും ആ ആയത്തുൽ കുർസി ഞങ്ങൾ ഓതണം. സാധ്യാവുരെങ്ക് സൂറത്തുൽ ബഖറ ലാസ്റ്റത്തെ ജണ്ടായത്ത്, അതായത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്തെ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി ചൊല്ലുന്ന ആയത്തും അതിൽ പിന്നെ ഉള്ള ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ ചൊല്ലുന്ന ആയത്ത്. ഈ 2 ആയത്ത് ഞങ്ങൾ സാധ്യം ഓതില്ലെങ്കിലും ആയത്തുൽ കുർസി ഓതണം. ഓതിട്ടായ പിന്നെ ശരീ നെനപ്പിൽ വെക്കറു. ഓതിട്ടായ പിന്നെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ ചൊല്ലണു.
അർത്ഥം ഇതല്ലേ. ചില ആൾ ചൊല്ലുമ്പോൾ സുബ 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 അങ്ങനെ ചെല്ലാറ്. അങ്ങനെ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ അങ്ങനെ ചെല്ലാണ്ടായിട്ട് നിങ്ങൾ ചെല്ലണ്ട, അങ്ങനമേ നിങ്ങൾ കിടന്നുറങ്ങുള്ളൂ. കാരണം അങ്ങനെ ചെന്നെങ്കിൽ കൂലി കിട്ടില്ല മാത്രമല്ല, അല്ലാഹു ദിക്ർ തമാസാക്കിയതുപോലെയും കൂടിയായിട്ട് ഇക്കറ്. സുബ്ഹാനല്ലാഹ് ചൊല്ലണ അവിടെ സുബ 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 ഉണ്ടാക്കുന്നത് ഒരു തമാസയും കൂടിയായിട്ട് ഇക്കറ്. അതിൽ വലിയ നഷ്ടം നിങ്ങൾക്ക് പിറകു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചൊല്ലണ്ട. എന്തായാലും അല്ലാഹു തആല നിങ്ങൾക്ക് ചൊല്ലുകൂ, ഞങ്ങൾ തൗഫീഖ് തന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും ദക്കുമ്പോൾ ചൊല്ലുമ്പോൾ അതിൽ ആ മട്ടത്തിലേ ചൊല്ലുക ഞങ്ങൾ ട്രൈ ആക്കണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് ഒരു 5 പോലെ ആയിട്ട് ഞങ്ങൾ ചെന്നിട്ട് 33 ആക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ ചെന്നിട്ട് അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലണം. ചെന്നിട്ട് ഇങ്ങനെ നെഞ്ഞിര ഭാഗത്ത് ഇങ്ങനെ ഊതണം. അങ്ങനെ ഊതിട്ടായ പിന്നെ 3 വട്ട ഖുൽ ഹുവല്ലാഹു സൂറത്ത്, 3 വട്ട ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, 3 വട്ട ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് ഞങ്ങൾ ഓതണം. ഓതിട്ട് ഞങ്ങളെ കൈക്ക് ഊതണം. ഊതിട്ട് ഞങ്ങളുടെ തടിയുടെ എല്ലാ ഭാഗം എവിടെല്ലാം കയ്യെത്ര അവിടെ എല്ലാം ഞങ്ങൾ ഒന്ന് തടകണം, ഒന്ന് പൂയണം. പൂഞ്ഞിട്ടെല്ലാം ആയ പിന്നെ ഇനി കിടക്കുക പോണ്ടായിട്ടില്ല. അതുക്ക് മുന്നല്ലോ അള്ളാഹുരെ വിളിച്ചിട്ട് ഒരു വിഷയം ചൊല്ലുകൊണ്ട് പഠിച്ചോനെ ഇതാ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഞാനിതാ ഉറങ്ങുമോ പോണ്ടേ, നക്ക് നീന് നിൻ്റെ വർക്ക് തന്നിട്ട് നിൻ്റെ നീന് മരിപ്പാട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ നിൻ്റെ ഭാഗത്ത് ബിലിക്കോ നക്ക് നിൻ്റെ ഉദ്ദേശിക്കുന്നെങ്കിൽ നിൻ്റെ ബിലിക്കൊന്ന് ചെന്നിട്ട് നിനക്ക് ഉദ്ദേശിക്കുന്നെങ്കിൽ നീ നിൻ്റെ ബിലി, പക്ഷേ ഈമാനോടെ മരിപ്പാട്ടാണ്. അതേ ടൈമിലോ നക്ക് നീ ആഫിയത്തും ആയുസ്സും തന്നിട്ട് ബാക്കിയാക്കണമെങ്കിൽ നല്ല രൂപത്തിലുള്ളൊരു ജീവനം നക്ക് തരണം. ഞാനിതാ കിടന്നുറങ്ങി പഠിച്ചോനെ നിൻ്റെ എല്ലാം നിൽക്കതാ ഏൽപ്പാട്ടിത്ത് നിൻ്റെ മേലെ തന്നിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടില്ല ചൊല്ലിട്ട് അർത്ഥ പണ്ടെനിക്കത്തെ ഒരു ദിക്റുണ്ട്. അത് നിങ്ങളെല്ലാവരും ചൊല്ലണം. അത് ചൊന്നിട്ട് പിന്നെ പലക്ക പറയുക ബലത്തെ ഭാഗത്ത് ചരിഞ്ഞിട്ട് ഒരു കിടക്കണം. അങ്ങനെ കിടന്നു വലിയ മലായിക്കത്ര പ്രൊട്ടക്ഷൻ നിങ്ങളെ തടിക്ക് തരുമോ, അള്ളാഹു താല തരുമോ. ഈ രൂപത്തിലുള്ള കിടത്ത നിങ്ങൾ കിടക്കണം. അപ്പം ഞാൻ ചൊന്നു വന്നു ലാസ്റ്റ് ഉറങ്ങുന്നതിക്ക് മുന്നലും ചൊല്ലനായ എനിക്കത്തെ ദിക്ർ സ്ക്രീനിൽ കണ്ടുകൊണ്ടുണ്ട്. നിങ്ങളെല്ലാവരും നണ്ടൊട്ടിക്ക് ചൊല്ലണം. ഒന്ന് സ്ക്രീൻഷോട്ടാക്കി വെക്കറു. ജാവ് ഉറങ്ങുമ്പോൾ നോക്കിയിട്ട് ഗൊന്തില്ലാത്തെങ്കിൽ നോക്കിയിട്ട് പഠിക്കുള്ളത് ഒരു അവസരം കൂടിയായിട്ട് ഇക്കറ്. എല്ലാവരും നണ്ടൊട്ടിക്ക് ചൊല്ലറു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين باسمك اللهم أموت وأحيا اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت. ഈ ദിക്ർ ചെന്നിട്ട് ബലത്തെ ഭാഗത്ത് ചരിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങണോ. ഇങ്ങനത്തെ ഉറക്ക് വലിയ ഇബാദത്ര ഉറക്കും കൂടിയായിട്ട് ഇക്കറ്. ഉദ്ദേശിച്ചതുപോലെ സുബൈക നമുക്ക് എണിക്കുക സാധ്യാവറോ. അതേ ടൈമിലോ തഹജ്ജുദും അതുപോലെ അല്ലെങ്കിലും വേഗം എണിക്കുക ഉദ്ദേശമുള്ള ആൾമാർക്ക് മഹാന്മാർ ഒരു ടിപ്സ് ചൊല്ലുന്നുണ്ടാറ്. സൂറത്തുൽ കഹ്ഫ് ലാസ്റ്റ് 4 ആയത്ത് അത് ഓതിട്ട് ഏത് ടൈമൊക്കെ എണിക്കണുണ്ട് ഉദ്ദേശം ഉണ്ടാകും മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് കിടന്നുറങ്ങിയെങ്കിൽ അതേ ടൈമിൽ എണിക്കുക ആവശ്യന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന എനിക്കത്തെ നല്ല ഉറക്കാവണം. അല്ലാഹു തആല ഞങ്ങൾക്ക് ഇത് എല്ലാത്തും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.